സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനമായി അതോറിറ്റി ടീച്ചിങ് ആണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതാണ്, ഐഡന്റിഫൈ യുവർ ഐഡന്റിറ്റി. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആരെന്ന് നിങ്ങളെ തന്നെ അറിയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പവർ ആൻഡ് അതോറിറ്റി കർത്താവ് തന്നിട്ടുണ്ട്. ഈ പവറും അതോറിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഇൻട്രഡക്ഷനായി വളരെ ശക്തമായിട്ട് എങ്ങനെയൊക്കെയാണ് തന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതും പറയാനിടയായി പുതിയ നിയമത്തിൽ പവർ എന്ന വേർഡ്, ശക്തി എന്ന വേർഡ് 116 പ്രാവശ്യത്തിലും 120, 116 ഇങ്ങനെയുള്ള ലെവലിലുണ്ട്. 116-ലധികം പ്രാവശ്യം എന്ന് പറയാം. 116-ലധികം പ്രാവശ്യം പവർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതോറിറ്റി എന്ന വേർഡ് 32 പ്രാവശ്യം പുതിയ നിയമത്തിലും 2 പ്രാവശ്യം പഴയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അതോറിറ്റി നമ്മൾക്ക് മേൽ കൈമാറിയത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണ് അതോറിറ്റി നമ്മളിലേക്ക് കൈമാറിയതെന്നും എല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനിടയായി. ഇന്നത്തെ പ്രസംഗ വിഷയം ഐഡന്റിഫൈ യുവർ ഐഡന്റിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരെന്ന് നിങ്ങളെ തന്നെ അറിയുക. എന്തുകൊണ്ട് സ്നേഹമില്ലാതെ പോകുന്നു? എന്തുകൊണ്ട് നന്മ പ്രവർത്തിക്കാതെ പോകുന്നു? എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു? യു ഡു നോട്ട് ഐഡന്റിഫൈ യുവർ ഐഡന്റിറ്റി. ഞാൻ എൻ്റെ നാട്ടിൽ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരോട് വഴക്കുണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരോടെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാനോ നിന്നാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന കുടുംബത്തിലെ ഇന്ന ആളിൻ്റെ മകനാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അത് കാരണം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വല്യപ്പച്ചനും എല്ലാവർക്കും എൻ്റെ കുടുംബക്കാർക്ക് പോലും നാണം കേടാണ്. അത് കാരണം എനിക്ക് എൻ്റെ ഐഡന്റിറ്റി കാരണം എനിക്ക് ക്രമം കെട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു കേരളത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്. നോക്കണം, ഇന്ന് ദൈവമക്കൾക്ക് എന്താ പറ്റിയിരിക്കുന്നത്? they don't know their identity. ആകെ അറിയാവുന്ന ഒരു കാര്യമാണ് പെന്തിക്കോസുകാരനാണെന്ന്. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. ഈ പെന്തിക്കോസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലിയ ആനക്കാരി വന്നു. അതല്ല നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് ദൈവമക്കളെ. ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. യാക്കോബക്കാരൻ, മർത്തോമക്കാരൻ, കത്തോലിക്കൻ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പെന്തിക്കോസ്തുകാരൻ ഒരു കാരണം അവനുമായി കഴിഞ്ഞു. അതല്ല നീ അറിയേണ്ടത്. നീ അതിലുപരിയായി നീ ആരെന്നറിയണം. അതറിഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അതറിഞ്ഞെങ്കിൽ മാത്രമേ യുവർ അതോറിറ്റി യു വിൽ റെക്കഗ്നൈസ്. അതറിഞ്ഞെങ്കിൽ മാത്രമേ യുവർ പവർ യു വിൽ റെക്കഗ്നൈസ്. നിന്റെ പവർ എന്താണെന്ന്, നിന്റെ അതോറിറ്റി എന്താണെന്ന്, നീ എങ്ങനെയുള്ളവനാണെന്ന് നിനക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യുവർ ഐഡന്റിറ്റി മസ്റ്റ് ബി ഐഡന്റിഫൈഡ്. ഇന്ന് ആർക്കും ഒന്നും അറിയണ്ട, ഞാൻ പെന്തിക്കോസുകാരനാണ്, പെന്തിക്കോസുകാർക്ക് എങ്ങനെ ആകാമെന്നുള്ള ലെവലിലായി അത് ചിന്തിക്കുകയാണ്. 9 ഐഡന്റിഫിക്കേഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോം ഉണ്ട്. മിക്കവാറും കമ്പനികളിലെല്ലാം യൂണിഫോം ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം യൂണിഫോം ഉണ്ടായിരുന്നു. ആ യൂണിഫോം വിൽ റെക്കഗ്നൈസ് ഹൂ യു ആർ, വെയർ യു വർക്കിംഗ്. അത് മാത്രമല്ല, അവനൊരു നെയിം ടാഗ് ഉണ്ട്. ആ നെയിം ടാഗ് വിളിച്ചു പറയുന്നു നിന്റെ പൊസിഷൻ എന്താണെന്ന്, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് യൂണിഫോം വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ നിന്റെ നെയിം ടാഗ് വിളിച്ചു പറയുന്നു. നീ നിന്റെ പേര് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഹൂ യു ആർ, നിന്നെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ്
വലിയ കമ്പനികളിലോ അല്ലെ ഹോസ്പിറ്റലുകളിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുന്നുണ്ട് യൂണിഫോം ഉള്ളത്, വലുതായാലും ചെറുതായാലും യൂണിഫോം ഉള്ളത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ മാതിരി നമുക്കുള്ള യൂണിഫോമിൽ നമ്മുടെ പേരിനോടൊപ്പം നമ്മുടെ പൊസിഷൻ കുത്തിവെച്ചിട്ടുണ്ട്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തിയെക്കുറിച്ച് നീ അറിയണം, ദൈവം തന്നിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് നീ അറിയണം. ഇന്ന് അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയാണ് ഭയങ്കര കസേര കളി. എന്നാൽ ഈ കസേരയ്ക്ക് വേണ്ടി പിടിക്കുക, കർത്താവ് വന്നിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി, കർത്താവ് വന്നിരിക്കുന്ന അതോറിറ്റിക്ക് വേണ്ടി പിടിക്കുക. അതിനുവേണ്ടി എഴുന്നേക്ക്, അതിനുവേണ്ടി ജനങ്ങൾ എഴുന്നേക്കട്ടെ. അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. ദൈവസന്നിധി വരണം. ഓക്കെ, നമുക്കൊരു വാക്യം വായിക്കാം. ആദ്യത്തെ അതോറിറ്റി നമ്മൾ ആരാണെന്നുള്ളതിന് ആദ്യത്തെ തെളിവാണ് ഇപ്പൊ ഞാൻ വായിക്കാൻ പോകുന്നത്. ഗലാത്യ ലേഖനം 3:29 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ 9 ആദ്യത്തെ കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. വായിച്ചോ. ഗലാത്യ ലേഖനം 3:26 വാക്യം. ക്രിസ്തയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവത്തിന്റെ മക്കൾ. ഒരു ചെറിയ പുള്ളികളൊന്നുമല്ല, ചെറിയ ആൾക്കാരല്ല നമ്മൾ. ഞാൻ രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ പാസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനച്ചന് പെന്തിക്കോസുകാരെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു, അപ്പൊ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. ഞാനും പറഞ്ഞു, മുഖത്ത് നോക്കിയും പറഞ്ഞു, പിന്നെ പെന്തിക്കോസുകാരെ എനിക്കറിയാമല്ലോ അവരെത്ര നല്ല ആൾക്കാരാണെന്ന്. അപ്പം ഞാൻ അതൊരു പുച്ഛമായിട്ടുള്ള രീതിയിൽ അന്നേരം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ പെന്തിക്കോസുകാരെ ഭൂതത്തെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ദൈവമക്കളെ, എനിക്കറിയത്തില്ലായിരുന്നു. അറിയാൻ വയ്യാത്ത കാലത്ത്, അറിഞ്ഞുകൂടാത്ത കാലത്ത് പെന്തിക്കോസുകാരോട് എനിക്ക് യാതൊരു വാല്യൂവും കൊടുക്കത്തില്ലായിരുന്നു, ഒരു വിലയും കൊടുക്കത്തില്ലായിരുന്നു. പാസ്റ്റർമാർക്ക് യാതൊരു വാല്യൂ കൊടുക്കത്തില്ലായിരുന്നു. എന്താ കാരണം? എനിക്ക് അവരെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ആരാണെന്ന് അറിയാം. ദൈവത്തെ സേവിക്കുന്നതും ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളും ആരാണെന്നറിയാം. അതുകൊണ്ട് അതിന് തക്ക ബഹുമാനം ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്ക് ആ കഴിവുള്ളിടത്തോളം. ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചത്, ക്രിസ്തയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ദൈവവൈദ്യലേ, ഞാൻ നിങ്ങളോട് വേറൊരു രീതി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. അമേരിക്കയിലെ പ്രസിഡന്റ്, നമുക്കെല്ലാവർക്കും അമേരിക്കയിലെ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റാണ്, നമുക്ക് പിതാവല്ല. എന്നാൽ ആ പ്രസിഡന്റിന്റെ മക്കൾക്ക് ആരാണ്? അദ്ദേഹം പ്രസിഡന്റാണ്, ഒപ്പം തന്നെ അദ്ദേഹം അവർക്ക് പിതാവും കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും പിതാവിൻ്റെ അടുക്കൽ കയറി ചെല്ലാം. എന്തുകൊണ്ട്? അവൻ അവർക്ക് പിതാവായതുകൊണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ഏത് സമയത്തും എനിക്ക് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ള അവകാശം തന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവകാശം തന്നു. പുത്രത്വത്തിൻ്റെ സ്വീകാരം തന്നു. ആയതിനാൽ നമുക്ക് ലോകക്കാരെ പോലെ ജീവിക്കുവാൻ ഉള്ളവർ അല്ല. God given power and authority in our hand. അത് നമ്മുടെ കരത്തിലാണ് തന്നിരിക്കുന്നത്, ദൈവമക്കളുടേത്. രണ്ടാമത്, സ്തോത്രം, 2 കൊരിന്ത്യർ 5:20 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, ആർക്ക് വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളാണ്. അപ്പൊ ക്രിസ്തുവിന് പകരക്കാരനായിട്ടാണ് ഞാൻ ഭൂമിയിലായിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകക്കാരല്ല, നമ്മൾ അംബാസിഡേഴ്സ് ആണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന്റെ സ്ഥാനാപതികളാണ് ആയിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവമക്കൾ പറയുന്നുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്. ലോകക്കാരല്ല നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ സ്ഥാനാപതികളാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ആർ ദ അംബാസിഡേഴ്സ്. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളാണ്. എന്തൊരു പവറും എന്തൊരു അധികാരവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത്
ഉപയോഗിക്കുന്നുണ്ടോ? You are using your power and authority. പവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഒരു കുപ്പിക്കകത്ത് എണ്ണ എടുത്താൽ ആ കുപ്പിക്കകത്ത്, നമ്മളെല്ലാം നാട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുള്ളവരാണ്, വിളക്കിനകത്ത് എണ്ണയുണ്ട്. അത് മണ്ണെണ്ണയായാലോ എന്തെണ്ണയാണെന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കോളൂ. ആ എണ്ണ ഇറ്റ്സെൽഫ് അതിന് യാതൊരു ശക്തിയുമില്ല, അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അതിനൊരു തിരിയിട്ട് കൊടുത്ത് അത് കത്തിച്ചാൽ, ഒരു തിരിയിട്ട് കൊടുത്ത് അത് കത്തിച്ചാൽ അത് എണ്ണയാണ് കത്തുന്നത്, അല്ലാതെ ആ തിരിയോട് കൂടെ തന്നെ എണ്ണയാണ് കത്തുന്നത്. ആ എണ്ണയുടെ പവർ അവിടെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ കത്തുന്നത് നമ്മുടെ വായിലൂടെയാണ് കത്തുന്നത്. അതെന്താണ് കത്തുന്നത്? ആ വലിയ പവറാണ് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്, വലിയ ശക്തിയാണ് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. ആ നമ്മൾ പ്രൈസോടെ ലോകക്കാരെ പോലെ സംസാരിക്കാനോ ലോകക്കാരെ പോലെ ജീവിക്കാനോ ഉള്ളവർ അല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനുള്ളവരല്ല, ലോകക്കാർ പറയുന്നത് പോലെ പറയാനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം, നമ്മൾ ഐഡന്റിറ്റി തിരിച്ചറിയണം. നിങ്ങൾ സ്ഥാനാപതികളാണ്, നിങ്ങൾ അംബാസഡേഴ്സ് ആണ്. അവിടെയാണ് അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിനോട് ദൈവത്തോട് നിരന്ന് ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ഭൂമിയിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി മാറണം. എന്താണ് ദൈവം? ദൈവം സ്നേഹമാകുന്നു. മുമ്പേ ദൈവദാസൻ പറഞ്ഞ പോലെ ദൈവം സ്നേഹമാകുന്നു. നമ്മളിൽ നിന്ന് ഒഴുകേണ്ടത് എന്താണെന്ന് അറിയാമോ? സ്നേഹമാണ് ഒഴുകേണ്ടത്. അപ്പോഴാണ് ദൈവത്തിന്റെ ശക്തി. സ്നേഹത്തിനുള്ള പോലെ ശക്തി വേറെ ലോകത്തിൽ ഒന്നിനുമില്ല. സ്നേഹത്തിനുള്ള പോലെ ബലം വേറെ ഒന്നിനുമില്ല. സ്നേഹത്തിനുള്ള പോലെ അതോറിറ്റി വേറെ ഒന്നിനുമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. പറയും ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചവരാ. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവര് ആ സ്വഭാവം കാണിക്കണം, വെളിയിൽ വരണം. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സങ്കീർത്തനം 8:6 നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 8 മുഴുവനും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആധിപത്യം തന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവിന്റെ ദാസി അത് വായിച്ചാട്ട്. നിന്റെ അപ്പൊ നിങ്ങൾ ആരാണ്? അധിപതികളാണ്. ചിലരുടെ പ്രാർത്ഥന കേട്ട ആരെ പോലെ ഇരിക്കുമെന്ന് അറിയാമോ? ഭിക്ഷക്കാരെ പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ നോക്കണം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ അധിപതികളാണ്. നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാണ്, ദൈവം എന്നെ സകലത്തിന്റെയും ആധിപത്യം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. സകലത്തിന്റെയും ആധിപത്യം എൻ്റെ കരത്തിലാണ് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? നിങ്ങൾ നടന്നു പോകുമ്പോൾ മനുഷ്യർ, ഞാൻ ഡാളസിലായിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ എന്നെ കാണുമ്പോൾ തന്നെ എന്നോട് പറയും, അറിയ മിനിസ്റ്റർ, അറിയ പാസ്റ്റർ. ഇതെന്തുകൊണ്ട് പറയുന്നു? എൻ്റെ വേഷവിധാനമൊന്നും അല്ല. വേഷവിധാനത്തിൽ എൻ്റെ പാസ്റ്റർ വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ വേഷത്തിൽ നടക്കുന്നത് സാധാരണ വേഷത്തിലാണ്, ഒരു സിവിൽ ഡ്രസ്സിലാണ് ഞാൻ നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അത് എന്നിൽ പ്രതിഫലിപ്പിക്കുന്ന എൻ്റെ മുഖശോഭ കണ്ടുള്ളത്? എനിക്ക് വലിയ ഒന്നുമില്ല. പക്ഷെ എന്താണെന്നറിയാം, എന്നിൽ വസിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, അവരോട് സംസാരിക്കും. ഇവൻ എൻ്റെ മകനാണ്, ഇവൻ ഒരു ആധിപത്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇവൻ എൻ്റെ പ്രതിനിധിയാണ് ഈ ലോകത്തിലെന്ന്. ആ ദൈവമാണ് അവരോട് സംസാരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ നടന്നു പോകുമ്പോൾ
ഹല്ലേലൂയ, നമ്മൾ ഇരിക്കുമ്പോൾ പോകുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ലോകം അറിയത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ മേൽ ഒരു മുദ്ര അടിച്ചിട്ടുണ്ട്. ഇവൻ ആരാണ്, ഇവൾ ആരാണെന്ന്. ഹല്ലേലൂയ. അത് അവരെ റെക്കഗ്നൈസ് ചെയ്യുവാൻ സഹായിക്കും. അവരെ നിന്നെ അതിനനുസരിച്ച് റെസ്പെക്റ്റ് ചെയ്യുവാൻ സാധിക്കും. നിനക്ക് നിന്റെ റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ ആധിപത്യം ലഭിച്ചവനും ലഭിച്ചവളുമാണെന്ന് നിന്റെ മനസ്സിൽ ആ ബോധം, നിന്റെ ഐഡൻറ്റിറ്റി നീ തിരിച്ചറിഞ്ഞാൽ ദൈവം നിന്നെ കൊണ്ടുവരുന്നവരെ, നിന്നെ കാണുന്നവരൊക്കെ നിന്നെ മാനിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് മാത്രമല്ല, നിന്റെ അധികാരം പിശാച് നിന്റെ അടുക്കൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ദുഷ്ടൻ നിന്റെ കൂടാരത്തിനടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും, എങ്കിലും ഒന്നും നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം നിന്റെ മേൽ ആധിപത്യം തന്നിട്ടുണ്ടെന്ന് ദുഷ്ടന് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 4-ാമത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇത് വായിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. നിങ്ങളുടെ സ്ഥാനം മറന്ന്, നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാറുണ്ട് തല മറന്ന് എണ്ണ തേക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്ഥാനം അനുസരിച്ചിട്ട് വേണം അവരവരിയ്ക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവരവരുടെ സ്ഥാനം അനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കും. അവിടെ ദുഷ്ടൻ മാറി നിൽക്കുവാനിടയായിത്തീരും. നിന്റെ അധികാരം നീ പറയാതെ തന്നെ നിന്നെ കാണുമ്പോൾ തന്നെ ശത്രു ഓടിപ്പോകാനിടയായിത്തീരും. നീ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് എന്നുള്ളത് ഇപ്പം അറിയാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7. എന്തോ ഒരു വലിയ വചനമാണ് നോക്കിയേ. ഈ സ്വർഗത്തിൽ ആരോടുകൂടെ ഇരിക്കുന്നവര്? യേശുവിനോടുകൂടെ ഇരിക്കുന്നവർ. എന്തിനു വേണ്ടിയാണ്? വരും കാലങ്ങളിൽ തന്റെ വാത്സല്യം. ഒന്നുകൂടെ വായിച്ചപ്പോൾ 6-ാമത്തെ വാക്യം എന്തോ ഒരു മഹാവാക്യമാണ് നോക്കിയേ. അപ്പം നിങ്ങളുടെ ഐഡന്റിറ്റി എന്തുവാ? ഇത് ഈ ബോധത്തോടു കൂടിയാണോ എല്ലാവരും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ആണോ? വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ വാത്സല്യം മറ്റുള്ളവരെയും നമ്മെ കാണിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുവിനോടുകൂടെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുക. എന്നിട്ട് ആ ദൈവവൈതലാണോ ഇപ്പോ ഓരോ രീതി പ്രവർത്തിക്കുന്നത്? നിന്റെ അധികാരം എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് തന്നിരിക്കുന്ന പവർ എന്താണെന്ന് നിനക്കറിയാമോ? എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, നമുക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ പദവികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഐഡന്റിറ്റി കാർഡിൽ, നിന്റെ കാർഡിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നെയിം ടാഗില് 1 ദൈവ പൈതൽ, 2 സ്ഥാനാപതികൾ, അംബാസഡേഴ്സ്, 3 ആധിപത്യം നടത്തുന്നവർ, 4 യേശുവിനോടുകൂടെ ഇരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്ത ഉണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മറുപടി കിട്ടും. നമ്മൾ ആരാണെന്ന് നമ്മളെ തന്നെ തിരിച്ചറിയണം. ഇന്ന് ഇന്ന് അനേകർക്ക് ഉള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? അവരാരാണെന്ന് അറിയത്തില്ല അവർക്ക്. സ്തോത്രം. നിന്റെ അധികാരം ഉപയോഗിക്കാൻ പറ്റത്തില്ല, നിന്റെ പവർ നിനക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവം നിനക്ക് ദൈവത്തിന്റെ ശക്തിയാണ് നിന്നിൽ പകർന്നിരിക്കുന്നത്. കാരണം അവന്റെ ദൈവത്തിന്റെ ആത്മാവിനെയാണ് നിനക്ക് പകർന്നു തന്നിരിക്കുന്നത്. അത് ദൈവശക്തിയാണ്. അതുകൊണ്ടാണ് അതിന്റെ 1-ാം അധ്യായത്തിനകത്ത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് അതുകൂടെ ഒന്ന് വായിച്ചു. 16-17 വാക്യം കൂടെ ഒന്ന് വായിച്ചു, 18 കൂടെ വായിക്കും. എഫേസ്യ ലേഖനം 1-ന്റെ വായിച്ചു 16 മുതൽ. യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ പിടിയാനുള്ള ആഴ്ച ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട അത് വരുന്നതാ. പക്ഷെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനത് എടുത്തത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ആരാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ you can use your authority. Praise the Lord. ഇന്ന് പെന്തക്കോസ്തുകാർ ആരുമല്ലാത്ത രീതിയിലാണ് പറയുന്നത്. അത് ഇന്ന് മറന്നേ പറ്റുള്ളൂ. അത് മറന്നിട്ട് നീ ആരാണെന്ന് തിരിച്ചറിയണം. ദൈവവേദനയിലെ എന്താണ് നിന്നിൽ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് നീ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ അതോറിറ്റി ഉപയോഗിക്കാൻ സാധ്യമാകത്തുള്ളൂ. Praise the Lord. എങ്കിൽ മാത്രമേ ശത്രു അവിടെ നിന്ന് മാറിപ്പോകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിന്റെ മേൽ ആധിപത്യം നടത്തുന്ന രോഗത്തിന് വിട്ടുപോകുവാൻ സാധ്യമാകത്തുള്ളൂ. നിന്റെ ആധിപത്യവും നിനക്ക് തന്നിരിക്കുന്ന പദവിയും എന്താണെന്ന് നീ അറിഞ്ഞെങ്കിൽ മാത്രമേ നിന്നിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ദാരിദ്ര്യം നീങ്ങി മാറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത്? അവൻ ആരാണെന്ന് അവനെ കുറിച്ച് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഒരു സംഭവം കണ്ടേ. കേരളത്തിൽ നടന്ന സംഭവം ഇന്നലെ ഇട്ടേക്കുന്നതാണ്. ആ മനുഷ്യന്റെ കയ്യിൽ ആയിരക്കണക്കിന് നോട്ടുകൾ, 10,000-ഓളം നോട്ടുകൾ. ചില നോട്ടുകളൊക്കെ അങ്ങ് ദ്രവിച്ചങ്ങ് പോയി. ഇഷ്ടംപോലെ പണം ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അനേക നാളുകളായി പട്ടിണി കിടക്കുക, കിടക്കാടമില്ലാതെ നിൽക്കുക. പക്ഷെ ഈയുടെ കയ്യിൽ എന്തോ ഉണ്ട്? പണമുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലാണ് ഇന്ന് അനേകർക്ക് പദവി ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് അനേകം രോഗികളായും ഭാരത്തോടെയും ദുഃഖത്തോടെയും സങ്കടത്തോടെയും കഴിയുക. എന്താ കാര്യം? അറിയത്തില്ല എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. അറിയത്തില്ല എന്ന് ഞാൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ രാത്രിയിലെ ഭിക്ഷക്കാരൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഹല്ലേലൂയ, ആരോ എവിടെയോ കിടന്ന് ബുക്ക് എടുത്തോണ്ട് കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ അവരുടെ ബാഗിനകത്ത് ഇരുന്ന് കിട്ടിയതാണ്. പട്ടിണി കിടക്കുക. ഈയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? പണം ഇഷ്ടം പോലുണ്ട്. പക്ഷേ പട്ടിണി കിടക്കുക. എവിടെ? റോഡിൽ കിടക്കുക. എന്തുകൊണ്ടാ റോഡിൽ കിടക്കുന്നത്? ഈയുടെ കയ്യിൽ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എത്ര പണമുണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല. പക്ഷേ ഈയുടെ ഇഷ്ടം പോലെ പണവുമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ചോദിക്കണേ, എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയുക. നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന പദവികൾ എന്താണെന്ന് തിരിച്ചറിയുക. യൂസ് യുവർ അതോറിറ്റി. യൂസ് യുവർ പവർ which Lord has given to you. കർത്താവ് നിങ്ങളിൽ തന്നിരിക്കുന്ന അതോറിറ്റിയും ആ പവറും നിങ്ങളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങുക ദൈവമക്കളെ. അപ്പോഴാണ് നിങ്ങൾ ആരാണെന്ന് ഹല്ലേലൂയ വെളിവായി വരുന്നത്. ഇന്ന് എല്ലാവർക്കും അതോറിറ്റി ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. കസേര കളിക്കുക. കസേര കളി നമ്മൾ പണ്ട് പോലെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കളിയാണ് കസേര കളി. കുഞ്ഞുനാൾ പോലെ പിന്നെ സ്കൂളിൽ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് ചർച്ചിലും കളിക്കും, സ്കൂളിലും കളിക്കും, എല്ലായിടത്തും കളിക്കും. കസേര കുറച്ച് നേരത്തിട്ട് മണി അടിക്കുന്നുണ്ടെങ്കിൽ ഓടി നടന്ന് ചുറ്റി കറങ്ങിയിട്ട് കസേര കഴുകിയിരിക്കും. ആ മണിയടിയും കസേര കളിയുമാണ് ഇന്ന് വലുതായപ്പോഴും പ്രായമായപ്പോഴും ഏത് പദവിയിലിരുന്നാലും കസേര കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം ചിന്തിക്കുക. ഇന്ന് വാക്ക് ചേഷ്ടകളൊക്കെ വിട്ടിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന പദവി എന്താണെന്ന് തിരിച്ചറിയുക. ആ നിന്നെക്കുറിച്ച് തന്നെ നീ ഒന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നീ അതും പ്രകാരം ജീവിക്കുക. അപ്പോഴാണ് നിന്റെ അനുഗ്രഹങ്ങൾ താനെ നിന്റെ സന്നിധി നിന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്
പ്രൈസ് ദി ലോർഡ്. ഇത് പല വാക്യങ്ങളുണ്ട് അതിനകത്തിൽ. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ നിന്ന് മാത്രമാണ് വായിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ അവകാശികൾ എന്നുള്ളത് ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും വായിക്കുക, വചനം വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം. ഇപ്പോൾ വായിച്ച 1-ാം അധ്യായം 2-ാം അധ്യായത്തിനകത്ത് നിന്നല്ല 3-ാം അധ്യായത്തിനകത്ത് 6-ാമത്തെ വാക്യം വായിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഒന്ന്, ഏക ശരീരസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശരീരത്തിനോട് ഏകീഭവിച്ചവർ. രണ്ടാമത് പറഞ്ഞിരുന്നത് വാഗ്ദത്തത്തിൻ്റെ പങ്കാളികൾ. ഇത് രണ്ടും ഞാൻ ചേർക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രമേ ചേർക്കുന്നുള്ളൂ, ക്രിസ്തയേശുവിൽ കൂട്ടവകാശികൾ. കൂട്ടവകാശി. ഓക്കെ, ഏക ശരീരവും അതെല്ലാം ഒന്നുപോലെ തന്നെ വരും. ഇപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്, ഒരു വിവാഹം നടക്കുന്ന ഉടനെ ആ വിവാഹത്തിൽ അവരോട് പറയുന്നത് ഇനിയും നിങ്ങൾ ഏക ശരീരം, 2 ശരീരമല്ല ഏക ശരീരമാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങൾ തമ്മിൽ ഇണ ചേരുമ്പോൾ അവർ ഏക ശരീരം, ഒരു ശരീരമാകുന്നില്ല, അവർ ഇണ ചേരുന്നതേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെയല്ല. അവർ ഇണ ചേരുകയല്ല, അവർ ഒരു ശരീരമാകുകയാണ് ചെയ്യുന്നത്. അത് വിശുദ്ധ വചനം അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വേശ്യയോടുകൂടി ചേരുന്നവനായാലും ഭാര്യയോടുകൂടി ചേരുന്നവനായാലും അവർ ഏക ശരീരമാകുകയാണ് ചെയ്യുന്നത്, അവർ ഇണ ചേരുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്നവർ കർത്താവിൻ്റെ ശരീരമായി മാറുകയാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കർത്താവിൻ്റെ ശരീരമായി മാറിയിരിക്കുന്നവരാണ്. നിങ്ങൾ കർത്താവിനോടുകൂടെ കൂട്ടവകാശികളായി തീർന്നിരിക്കുന്നവരാണ്. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും വിവാഹസ്ഥരാണ്. ഞങ്ങൾ എന്തായി തീർന്നു? ഏക ശരീരം എന്ന് പറഞ്ഞാൽ ഏക ആത്മാവാണ്. നമ്മുടെ ശരീരം രണ്ടെങ്കിലും ആത്മാവ് ഒന്നാകണം ഒരു കുടുംബത്തിൽ. അതുകൊണ്ടാണ് ആത്മാവ് ഒന്നാകാത്തത് കൊണ്ടാണ് ആ ഭവനത്തിൽ വഴക്കും ബഹളങ്ങളും ഉണ്ടാകുന്നത്. നോക്കിയേ, ഞാൻ ഒരു ചെക്ക് ഇവിടെ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈൻ ചെയ്താലും ഷെയർ സൈൻ ചെയ്തതെന്ന് പറഞ്ഞാലും ഒരുപോലെ ഉള്ളൂ. കാരണം എന്താണ്? ഞങ്ങൾ കൂട്ടവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് കർത്താവിനോടുകൂടെ നമ്മൾ കൂട്ടവകാശികളാണ്. അപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നമ്മൾ അവകാശികളാണ്. അത് യാചിക്കുകയല്ല ചെയ്യേണ്ടത്. That is promise. All promises are yes and amen എന്നാണ്. എല്ലാ പ്രോമിസും അപ്രകാരം തന്നെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി 4 കാര്യങ്ങൾ വേറെ പറയാൻ കിടക്കുന്നു. ഈ 5 കാര്യത്തിനകത്ത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവമക്കൾ, 2 സ്ഥാനാപതികൾ, 3 അധിപതികൾ, 4 സ്വർഗത്തിൽ യേശുവിനോടുകൂടി ഇരിക്കുന്നവർ, 5 ക്രിസ്തുവിന് കൂട്ടവകാശികൾ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഐഡന്റിറ്റി ഉണ്ടായാൽ പോരായോ അധികാരം ഉപയോഗിക്കാൻ? പക്ഷെ എന്നാലും ഉപയോഗിക്കത്തില്ല. ഇത് ഒരു ചെവി കൊണ്ട് കേൾക്കും, മറ്റേ ചെവി കൊണ്ട് ഇറക്കി വിടും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ എത്ര പ്രസംഗം കേൾക്കുന്നു എന്നുള്ളതാണ്. പ്രസംഗങ്ങൾ കേട്ട് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. പക്ഷെ തന്നെ നീ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അനേകർക്ക് പറ്റിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ആകരുത്. സ്തോത്രം. വേറൊരു പ്രസംഗം കേട്ടു എന്നുള്ളതല്ല. സ്തോത്രം. ഇന്നാൾ ആരാണ് പറയുന്നത് കേട്ടു? ദൈവവചനം ആര് പറഞ്ഞാൽ എന്നാ, അത് വചനമില്ല. ദൈവവചനം എല്ലാവർക്കും പറയാനുള്ളതല്ല. ദൈവ മക്കൾക്ക് അതിന് പദവി കൊടുത്തിരിക്കുന്നവർക്ക് പറയാനുള്ളതാണ്. അവരാണത് പറയേണ്ടത്. അവരാണ് അതിന് അധികാരത്തോടെ പറയേണ്ടത്. ആരെങ്കിലും എങ്ങനെയും പറയുന്നതിനെ അല്ല കേൾക്കേണ്ടത്. സ്തോത്രം. ദൈവം ഓരോരുത്തരും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്നും ആ പദവി പറയാൻ യോഗ്യതയുള്ളവരാണോ പറഞ്ഞതെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ദുഷ്ടനോട് കർത്താവ് ചോദിക്കേണ്ടത്, എൻ്റെ നാമം നിന്റെ നാവിന്മേൽ എടുക്കുവാൻ എന്ത് അധികാരമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. സ്തോത്രം.
നമ്മൾ ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തു കളയാനുള്ളതല്ല. ഇനി അടുത്തതാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തു നിന്ന്. ഒറ്റ കാര്യം, ഇതിനകത്ത് നാല് കാര്യങ്ങൾ ഒന്നിച്ചുള്ള ഒരു വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ പണ്ട് എൻ്റെ നാട്ടിൽ വെച്ച് ഞാൻ ഈ ദൈവഭാഗത്ത് വരുന്നതിന് മുമ്പ് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെന്തിക്കോസ്തുകാരെ പറ്റി. വേർപെട്ട ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വേർപെട്ട ജനമാണ്, വേറിട്ട് ആരാധിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. എന്നാൽ ഞാൻ ദൈവവചനം മനസ്സിലാക്കി കർത്താവിനെ പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ മൂല്യം എന്താണെന്ന്, വാല്യൂ എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു വാല്യൂ ഉള്ള വാക്ക് നമ്മൾ കേൾക്കണം. അതിന് തക്കതായിട്ടുള്ള തൂക്കം, വെയിറ്റ് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കുള്ള അതോറിറ്റി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഓറഞ്ച് ഒത്തിരി കൂട്ടിയിട്ടേക്കുന്നു ഒരു കടയിൽ. അവിടെ 5 ഓറഞ്ചിന് $1. ഞാൻ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഓറഞ്ച് എടുത്തുകൊണ്ട് വരുമോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഓറഞ്ച് എടുത്തുകൊണ്ട് വരുമോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഓറഞ്ച് നല്ല ഓറഞ്ചാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നല്ലത് നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവം നല്ലതിനെയല്ല തിരഞ്ഞെടുത്തത്, ദൈവം പോഷത്വമായതിനെയാണ് തിരഞ്ഞെടുത്തത്. എന്നിലെ ഗുണം കണ്ടുകൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. നിന്റെ വിദ്യാഭ്യാസം കണ്ടുകൊണ്ടല്ല എടുത്തത്, നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല എടുത്തത്, നിന്നിൽ ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടല്ല എടുത്തത്, നിന്നിൽ ഒന്നുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ഒന്നുമില്ലാത്തവനിലേക്കാണ് കർത്താവിന് പറ്റിയത് എന്തെങ്കിലും നിറയ്ക്കാൻ പറ്റുന്നത്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ഡബിൾ PhD കാരനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസമുണ്ട്, ഞാൻ സയൻറ്റിസ്റ്റാണ്, അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്താലുള്ള കുഴപ്പമില്ലെന്നറിയോ? കർത്താവിന് പറ്റുന്നതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവൻ ഇങ്ങോട്ട് തിരട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ കൊച്ചു പിള്ളേരെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന കുഞ്ഞ് അവളാണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തുപ്പിയൊക്കെ എന്ന് പറയുന്നത്. പണ്ടൊക്കെ അതുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേർ പാലൊക്കെ എന്തെങ്കിലും തിന്നുന്നെങ്കിലും എടുത്ത് വെളിയോട് തുട്ടി വിളയാണെന്നുണ്ടെങ്കിൽ വടിച്ചെടുത്ത് അവരെ ചെറിയോട് വെച്ച് അവരെ വായോട് തന്നെ വെച്ച് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങനെ വടിച്ചെടുത്ത് വായിലോട്ട് വെച്ച് തരത്തില്ല. കർത്താവ് നിനക്ക് യോഗ്യതയില്ല എന്ന് കണ്ടാൽ, നിനക്ക് നിൻ്റേതായിട്ടുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ കാര്യങ്ങൾ നിറയ്ക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അനേകം കഴിവുള്ളവരെയും വിദ്യാസമ്പന്നരെയും കർത്താവ് മാറ്റി നിർത്തിയിട്ട് ഒരു കഴിവും ഒരു പ്രാപ്തിയും ഇല്ലാത്തവരെ തിരഞ്ഞെടുത്തത്, പത്രോസിനെ പോലെയുള്ളവരെ. കാരണം എന്താണെന്നറിയാമോ? പത്രോസിന് സ്വയമേ ഒരു കഴിവുമില്ല, ചഞ്ചല ഹൃദയമുള്ളവനാ. ശിമോൻ എന്നാണ് പേര്. ചാഞ്ചാടി കിടക്കുന്നവനാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലാത്തവൻ. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടത്. അങ്ങനെയുള്ളവനെയാണ് കർത്താവ് പാറയാക്കി മാറ്റിയത്. എനിക്കൊരു കഴിവില്ലാത്തവനായിരുന്നു, അതുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തതാണ്. എന്തിനാണെന്നറിയാം? അവൻ ഉപയോഗിക്കാൻ പറ്റിയ പാത്രമാക്കി മാറ്റുന്നതിന്. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഈ അതോറിറ്റി വന്നത്. പത്രോസ് ഒരു കാശിന് കൊള്ളാത്തവനായിരുന്നു. പത്രോസ് ഒരു വേലക്കാരുടെ മുന്നേ പോലെ നിൽക്കാൻ കഴിവില്ലാത്തവനാണ്. പക്ഷേ പത്രോസ് ഇപ്പൊ പറയാണ്, എന്റെ കയ്യിൽ വെള്ളിയും പൊന്നുമൊന്നുമില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറയുവാൻ ഉള്ള അധികാരം അവന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. സ്വത്രം. ദൈവമക്കളെ, അവന്റെ കയ്യിലാണ് അധികാരം കൊടുത്തത്. അവൻ നടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ വീണ് ജനം സൗഖ്യമായത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തവരാണ് ആ ദൈവമക്കളെ. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഈ അധികാരം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ പദവി തന്നിരിക്കുന്നത്. നീ അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന്. ഇന്ന് അനേകർക്ക് എന്തുകൊണ്ട് അഹങ്കാരം? പ്രൈസ് ദി ലോർഡ്. അവന്റെ വിദ്യാഭ്യാസം, അവൻ ഞാൻ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരാണ്.
ഇന്ന് ഇവാഞ്ചലിസ്റ്റ് ആകേണ്ടവർ മുഴുവനും ജേർണലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവാഞ്ചലിസം ചെയ്യേണ്ടവൻ ജേർണലിസം. ഇത് എല്ലാ ബന്ധുക്കോസിലെല്ലാം ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ന്യൂസ് പേപ്പർ? എന്തായി ന്യൂസ് പേപ്പർ? നല്ല ന്യൂസ് എഴുതി ആർക്കെങ്കിലും വായിക്കാനുണ്ടോ? പോയി ഇവാഞ്ചലിസം ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. പോയി ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞില്ല. യാക്കോബക്കാരനും ഭർത്താവക്കാരനും ഇതൊന്നുമില്ല. പക്ഷെ ബന്ധുക്കോസുകാരൻ ഇറങ്ങി ചെന്നാൽ എല്ലാം അവൻ്റെ കയ്യിൽ അവനെല്ലാം ജേർണലിസം പഠിച്ചിരുന്നത്. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞതിന് വിപരീതം നമ്മൾ കർത്താവ് എന്ന പദവി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. കർത്താവ് തന്നിരിക്കുന്ന പദവിക്കനുസരിച്ച് ജീവിച്ചാൽ കർത്താവ് എന്നെയും നിങ്ങളെയും മാനിക്കും. കർത്താവ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചാൽ കർത്താവിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ തികച്ചെടുക്കാൻ സാധിക്കും. ഇത് കൊയ്ത്തിൻ്റെ കാലമാണ്. ഈ കാലയളവിൽ ഹല്ലേലൂയ അധികാരത്തോടെ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ ശാസിച്ച് മാറ്റുക, അതുപോലെ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുക. വെറുതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും നടക്കത്തില്ല. നമ്മൾ വെളിയിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയുക. കഴിഞ്ഞ ദിവസം ഇതല്ലേ ഒരു മനുഷ്യൻ, ഞാനൊരു കടയിലൂടെ ഇരുന്ന അവസരത്തിൽ കടയുടെ വെളിയിൽ നിന്നുകൊണ്ട് ഒരു കാപ്പി കുടിച്ച് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക ഒരു മനുഷ്യൻ. ഞാൻ അവൻ്റെ അടുക്കലോട്ട് ഓടിച്ചു തന്നു. അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ടേ ചിരിച്ചു. ഞാൻ ചോദിച്ചു, സഹോദര, നീ ഈ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നു, നിനക്ക് തോന്നുന്നുണ്ടോ ഈ സിഗരറ്റ് വലി നിനക്ക് നല്ലതാണെന്ന്? അല്ല. അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ ഇത് തന്നെയാണ് പറഞ്ഞു. ഞാനും പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല, പക്ഷെ തന്നെ എനിക്ക് നീ നിന്ന് വലിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നിന്നോട് പ്രതാപം തോന്നി. അങ്ങനെ നീ വലിക്കാൻ പാടില്ല. നീ വലിച്ചാൽ നിനക്ക് തന്നെ ദോഷമാണ്. നിനക്ക് യേശു നിനക്ക് വന്നാൽ നിനക്ക് ഈ സിഗരറ്റ് വലി നിന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ സിഗരറ്റ് വലി പറഞ്ഞുകൊണ്ട് ഞാൻ അവനോട് ആരെക്കുറിച്ച് പറഞ്ഞു? യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഒരു വലിയ നിമിഷങ്ങൾ എടുത്തില്ല, 2 നിമിഷമേ എടുത്തുള്ളൂ. പക്ഷെ നമ്മുടെ ദൈവമക്കളെ, നമുക്ക് ആരോടും സുവിശേഷം പറയാൻ സാധിക്കും. ആരും നമ്മളെ മാറ്റി നിർത്തത്തില്ല. പക്ഷെ തന്നെ ആ പദവി നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ. അവന് ന്യൂസ് പേപ്പർ അല്ല വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന പദവി 6ാമത്തെ പദവിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തതാണ് രാജകീയ പുരോഹിത വർഗം. അത് 2 കാര്യമാണ്. ഒന്ന് രാജാക്കന്മാര്, പുരോഹിതന്മാര്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ രാജാക്കന്മാർ ഇന്ന് യാചിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ആന വലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാറില്ലെന്ന്. രാജാവ് വലിഞ്ഞാലും രാജാവിനെ യാചകനായിട്ട് കാണാറില്ല. അവൻ മരിക്കാതെ രാജാവായിട്ട് തന്നെ മരിക്കും, ജീവിക്കാതെ രാജാവായിട്ട് ജീവിക്കും. കാരണം അവനെക്കുറിച്ച്, അവൻ്റെ പദവിയെക്കുറിച്ച് അവനൊരു ഓർമ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ശൗൽ രാജാവ് പറഞ്ഞത്, ഇനി മറ്റുള്ള ശത്രു വന്ന് എന്നെ നാണം കെടുത്താതെ എന്നെ അപമാനിക്കാതിരിക്കേണ്ടതിന് എന്നെ കൊല്ലാൻ പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ അവൻ തന്നെത്താൻ മരിച്ചു. ഒരു രാജാവ് ഒരിക്കലും യാചകനായിരിക്കത്തില്ല. ഇന്നത്തെ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ബന്ധുക്കോസുകാരെല്ലാം ആരെപ്പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നിൽ പകർന്നിരിക്കുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കണം. അതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. രാജാക്കന്മാരായിട്ടാണ് നിന്നെ തീരുമാനം എടുത്തിരിക്കുന്നത്, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെ പുരോഹിതനായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്ഥാനം നീ അറിയണം, നിന്റെ പദവി നീ അറിയണം, നിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് വിശുദ്ധ വംശം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബലഹീനനാണ് കർത്താവേ, നീ ബലഹീനനാണ് ആരാധനോട് പറഞ്ഞത്? നിന്നെ ഒരു വിശുദ്ധ ജനമായിട്ടാണ് കർത്താവ് മാറ്റിയിരിക്കുന്നത്. അനേകർ മരിച്ചു കഴിഞ്ഞാൽ ശേഷം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമല്ല നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നീ ജീവനോടിരിക്കുമ്പോൾ നിന്നെ വിശുദ്ധനായി, വിശുദ്ധമതിയായി നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെ വിശുദ്ധീകരിച്ചത് നിന്റെ വിശുദ്ധിയല്ല, കർത്താവ് വിശുദ്ധനായതുകൊണ്ട് അവൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇനി ആ വിശുദ്ധിയിൽ ജീവിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്ക് ചാടുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടമുള്ള പോലെ ജീവിക്കാനല്ല. പലരും പറയാറുണ്ട്, ഈ കാലയളവിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ് ദേവദാസനെ.
എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു ചെന്ന ഹാനോക്കിനോട് യോജിക്കാൻ വലിയ പ്രയാസം വന്നെന്ന്. ഹാനോക്ക് പറയും, ലോകത്തിൽ ഒരൊറ്റ പോലുമില്ല ദൈവത്തോട് നടപ്പാൻ, ലോകത്തിൽ ഒരെണ്ണം പോലുമില്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നവർ. എന്നാൽ എനിക്ക് ദൈവം കൃപ തന്നു അവരോടുകൂടെ നടക്കാൻ, അവരോടുകൂടെ ജീവിക്കാൻ, വിശുദ്ധനായിട്ട് ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നോഹയോട് ചോദിച്ചാൽ നോഹ പറയും, ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലാതിരുന്നപ്പോ ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. അവൻ അവിടെ വിശുദ്ധനായിട്ട് ജീവിച്ചു. ഒരുത്തൻ പോലും ഇല്ലാപ്പോ ഇന്ന് ലോകത്തിൽ ലക്ഷങ്ങൾ millions of people are living in this world as a holy life. നിനക്ക് എന്തുകൊണ്ട് മലയാളിയെ ജീവിക്കാൻ പറ്റുന്നില്ല? സ്തോത്രം. നിനക്ക് ജീവിക്കാൻ സാധിക്കും. ലോക മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നീ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാനുള്ളതാണ്. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വിശുദ്ധനായിട്ടാണ്, വിശുദ്ധമതിയായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്റെ സ്ഥാനം അതാണ്, നിന്റെ ഐഡന്റിറ്റി അതാണ്. അടുത്തത് സ്വന്തം ജനം. ആരുടെ? ദൈവത്തിന്റെ സ്വന്തം ജനം. ഇസ്രായേൽ എങ്ങനെ കർത്താവിന്റെ സ്വന്തം ജനമാണോ അതിനേക്കാൾ ഉപരിയായിട്ടാണ് നിന്നെ സ്വന്തം ജനമാക്കി മാറ്റിയിരിക്കുന്നത്. ഇസ്രായേലിനെ വീണ്ടെടുത്തത് അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്ത പ്രകാരം, നിയമം പ്രകാരം. എന്നാൽ എന്നേക്ക് നിയമം ചെയ്തത് അബ്രഹാമിനോട് ചെയ്ത നിയമമല്ല, കർത്താവായ യേശുവിന്റെ രക്തത്താൽ എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അവൻ. ഹല്ലേലൂയ. നിനക്ക് തന്നിരിക്കുന്ന പദവി എന്താണ്? നിനക്ക് തന്നിരിക്കുന്ന ആ അതോറിറ്റി എന്താണ്? നിനക്ക് തന്നിരിക്കുന്ന ആ പവർ എന്താണ്? ദൈവമക്കളെ, ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ, ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കത്തില്ല. ഞാൻ എൻ്റെ പദവിക്ക് അനുസരിച്ച് ജീവിക്കും. എനിക്ക് തന്ന ഐഡന്റിറ്റിക്ക് അനുസരിച്ച് ഞാൻ ജീവിക്കും. കാരണം എൻ്റെ നാഥൻ വേറൊരാളാണ്, എൻ്റെ കർത്താവ് വേറൊരാളാണ്. ലോകത്തിലുള്ളവരല്ല എൻ്റെ കർത്താവ്, ലോകത്തിലുള്ളവരല്ല എൻ്റെ ദൈവം. നീ ക്രിസ്തുവിൽ ആരാണെന്ന് നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. സ്തോത്രം. ഞാൻ 9 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് ശേഷം അടുത്ത വാക്യം നിങ്ങൾ വായിക്കുന്ന ഉടനെ പലരുടെയും പ്രാർത്ഥന കേട്ടാൽ, കർത്താവേ കരുണ തോന്നണേ, കർത്താവേ കരുണ തോന്നണേ, കർത്താവേ കൃപ തോന്നണേ, കർത്താവേ. ചില പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ കരുണ തോന്നണേ കർത്താവേ, കൃപ തോന്നണേ കർത്താവേ എന്നുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അത് ഇവരോട് ഒരിക്കലും കരുണ തോന്നില്ല, കൃപയും തോന്നിട്ടില്ലെന്ന് തോന്നുന്നു. സ്റ്റോപ്പ്. അതുപോലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ എന്നെ ആരും കേൾക്കുന്നുണ്ട്. സ്റ്റോപ്പ്. അടുത്ത വാക്യം വായിച്ചാട്ടെ, 10ാമത്തെ വാക്യം. അപ്പൊ നിങ്ങൾക്ക് കരുണ ലഭിച്ചവരാണ്. കരുണ തോന്നണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവ് നിനക്ക് വേണ്ടി ചൊരിഞ്ഞ കരുണയോട് നിനക്ക് യാതൊരു വാല്യുമില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കൃപമേലാണ് കൃപ ചൊരിഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന് പറഞ്ഞ വേടിന്റെ അർത്ഥം ഫേവർ. ദൈവം നിന്നോട് കാണിച്ചിരിക്കുന്ന ഫേവർ പോലെ ലോകത്തിൽ ആരോടും കാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഫേവർ കാരണം നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ കടന്നതാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചു. ഇതിന്റെ അർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ 1 മണിക്കൂർ എടുക്കും. അത് വിവരിച്ചു തരണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ എത്ര ചെയ്യുന്നത്? ദൈവത്തിന്റെ നമ്മുടെ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. ആ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം തന്നിരിക്കുകയാണ്.
എന്നിട്ട് കർത്താവേ കൃപ തോന്നണേ, കർത്താവേ കൃപ തോന്നണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ കൃപയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, നീ ഇനി പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. ദൈവമക്കളെ, സ്റ്റോപ്പ്. അൺബിലീഫ് പ്രാർത്ഥിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ സകലതും നീ എനിക്ക് ദാനം തന്നതിനാൽ സ്തോത്രം. നിന്റെ കൃപ വർദ്ധിപ്പിച്ച് എന്റെ മേൽ തന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നീ എനിക്ക് ദാനം തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഞാൻ കരുണ ലഭിക്കാതിരുന്ന സ്ഥാനത്ത് നീ എനിക്ക് എന്നോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരായി തീരാം. ദൈവത്തോട് ഹാലേ, ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റി എന്താണെന്ന് ഒരുപാടുണ്ട്. ഞാൻ എല്ലാ ഐഡന്റിറ്റി എടുക്കുന്നില്ല, ഈ ഇത്രയും കാര്യം മാത്രമേ എടുക്കുന്നത്. നമ്മൾ പ്രിയ മക്കളാണ്. ഹാലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് സാധിക്കും. എന്നാൽ ഈ 9 ഐഡന്റിറ്റി, 9 ആ ഐഡന്റിറ്റി മാത്രമേ, അതിനകത്തിനും ഒരുപാട് ഐഡന്റിറ്റി പറയാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ 9 ഐഡന്റിറ്റി ഞാനൊരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാകുവാനുള്ള അധികാരം നിന്നും സ്ഥാനാപതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡേഴ്സ് ആക്കി, അധിപതിയാക്കി, സ്വർഗത്തിൽ ദൈവം യേശുവിനോടുകൂടി ഇരുത്തി ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി നിന്നെ തിരഞ്ഞെടുത്തതാണ്. രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു, വിശുദ്ധ വംശമാക്കി തീർത്തു, സ്വന്തം ജനമാക്കി തീർത്തു. ഈ ഐഡന്റിറ്റി അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് യുവർ അതോറിറ്റി. ഈ അതോറിറ്റി നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.